ഹായ്. അപ്പോളേ കുറച്ച് മാങ്ങഞ്ചി ഇട്ടിരിക്കണം കേട്ടോ. കുഞ്ഞാണിയാക്ക കുറേ മാങ്ങഞ്ചി കളച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കണം. അപ്പോൾ ഇത് അച്ചാറിടുന്നത് എല്ലാവർക്കും അറിയണ കാര്യം തന്നെ. കാരണം അപ്പം ഞാനിതെങ്ങനെയാണ് അച്ചാറിടുക എന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് നേരിട്ട് കഴുകി നുറുക്കി അച്ചാറിടാൻ പറ്റൂല. അതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്താലേ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് അച്ചാറിടാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക, അച്ചാറിടുക എന്ന് നമുക്കൊന്ന് നോക്കട്ടോ. അപ്പം നല്ല മണ്ണാണ്. മണ്ണ് പോകാൻ വേണ്ടി നമുക്ക് മാങ്ങഞ്ചി മുഴുവനും ഇത് വെള്ളത്തേക്ക് ഇങ്ങനെ ഇട്ട് വെക്കട്ടോ. വെള്ളത്തേക്ക് ഇട്ടാൽ സംഭവം പൊങ്ങി വരും തന്നെയാണ്. പൊങ്ങിയാണ് നിൽക്കുന്നത്. പൊങ്ങിയാൽ നമുക്ക് കുറേ സമയം ഇതിൻ്റെ മണ്ണ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കാം. നല്ല മണ്ണുണ്ടാവും. മണ്ണ് ഈ ഒരു മുറത്തത് മാത്രമേ ഇതിൽ കൊള്ളുള്ളൂ. മറ്റേ പാത്രത്തിൽ നമുക്ക് വേറെ ബക്കറ്റിലിടാം. ഇതും കൂടി നമുക്ക് ഇത് കിട്ടുമൊക്കെട്ടോ. അപ്പോൾ കുറച്ചും കൂടി അല്ലേ ഉള്ളൂ. അപ്പോൾ നല്ല സാധനമാണിത്. അച്ചാറിട്ടാൽ എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മൾ കുറച്ച് കഷ്ടപ്പെടണമെന്നുള്ളൂ. വെള്ളത്തിൽ ഇങ്ങനെ താത്തി വെക്കുന്ന എന്തിനാണെന്നറിയോ? ഇതിലുള്ള മണ്ണ് പോവാനാണ്. കുറച്ച് സമയം വെള്ളത്തിൽ താത്തി വെക്കുമ്പോൾ ഇതിലുള്ള മണ്ണൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. പൊതിർന്ന് കിട്ടും. പൊതിർന്നാൽ എന്താണെന്നറിയോ? പെട്ടെന്ന് കഴുകിയാൽ പോകും. നമ്മൾ കഴുകിക്കണം കേട്ടോ. കഴുകി ഇതുപോലെ ഒരു പേപ്പറിലേക്ക് ഇതിമത്തെ വെള്ളമൊക്കെ പോകണം. നല്ലോണം വലിയാൻ വേണ്ടിയിട്ട് കുറച്ച് കഴുകി ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. നല്ല മണ്ണ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ടത്. അപ്പോൾ മണ്ണൊക്കെ പോയിട്ടുണ്ട്, വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മാങ്ങഞ്ചിയൊക്കെ മുഴുവനും നല്ലതുപോലെ കഴുകി മണ്ണൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം. ഇനി ഇതിൻ്റെ മുകളിലുള്ള തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതാ തൊലി കളഞ്ഞിട്ട് മാങ്ങഞ്ചി പിന്നെ ഇങ്ങനെ കഴുകാണ് കേട്ടോ. കഴുകി ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇനി നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടും. എന്നിട്ടാണ് നമ്മളിത് നുറുക്കിയെടുക്കുക കേട്ടോ. ചെറുതാക്കി വട്ടത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ മാങ്ങഞ്ചി നല്ലതുപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞിട്ട് വീണ്ടും കഴുകി വലിയാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പേപ്പറിൽ ഇങ്ങനെ വെച്ചിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെറുതാക്കി നുറുക്കിയിട്ട് സുറുക്കിയിലൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം നമുക്ക് പിന്നെ ഇത് അച്ചാറാക്കണമെങ്കിലേ. അപ്പോൾ ഇതാ അതിന് വാങ്ങിക്കൈക്ക് മുളകും തന്നെ കുറച്ചുണ്ട്. അത് കഴുകിയിട്ട് മുളകും ഇതേപോലെ വലിയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ടിത് ഇനി നുറുക്കിയിട്ട് നമ്മൾ ടിന്നിൽ എങ്ങനെ ഇടുന്നത് കാണിച്ചു തരാം. ആ മാങ്ങഞ്ചി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ കുഞ്ഞാണിയാക്ക അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരുപാടുണ്ട് ഇത് അരിയാൻ. നമ്മൾ കിട്ടിയത് ഒരുപാട് കിട്ടിയപ്പോൾ പിന്നെ ഒന്നിച്ചങ്ങോട്ട് നമ്മൾ വിനാഗിരിയിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ കുറേശ്ശെ ആയിട്ട് നമുക്ക് അച്ചാറിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതാ കുഞ്ഞാണിയാക്കാൻ്റെ അടുത്ത് കൊടുത്തിക്കുകയാണ് കത്തിട്ടോ. മാങ്ങഞ്ചി നമ്മൾ ആദ്യം മണ്ണൊക്കെ കളഞ്ഞ് കഴുകി തൊലി കളഞ്ഞ് വരണ്ടി പിന്നെയും കഴുകി കുഞ്ഞാണിയാക്കിയും കൂടിയിട്ടോ. അതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഫുള്ള് നുറുക്കി ചെറിയതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഈ ടിന്നിക്ക് ഇങ്ങനെ ഇട്ട് വെക്കാം. എല്ലാവരും പറയും പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിൽ ഇടാൻ പാടില്ല. അതിൻ്റെ അടുത്ത് ഇങ്ങനത്തെ പൊട്ടണ ഗ്ലാസിൻ്റെ ടിന്നില്ല. ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ ഇതിൽ തന്നെ ഇടുന്നത്. ഇത് പറ്റ ലോക്കൽ ടിന്നൊന്നുമല്ല, നമുക്ക് അച്ചാറൊക്കെ കിട്ടുന്ന ടിൻ്റെ തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഇതിലാണ് ഇടാൻ പോണത്. അപ്പോൾ ഇതിലേക്ക് ഇടാനുള്ള അതാണ് മുളകുണ്ട്, പിന്നെ അതുപോലെ ഉപ്പ് കല്ലുപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിലേക്ക് വിനാഗിരി ഒക്കെ വേണം. അപ്പോൾ കുറച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്താണെന്നറിയോ? ഇത് വിനാഗിരി നിറച്ച് വിനാഗിരി പാരും. പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചെയ്ത പോലെ തന്നെ ഇനി ഞാനിങ്ങനെ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ഇത് കുലുക്കിയിട്ട് നമ്മൾ വിനാഗിരി പാരുമ്പോഴേ ഉപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ലെയറാക്കി ഇടുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിനി കുലുക്കിയിട്ട് ഇത് ശരിയാക്കാനുള്ളതാണ്. ഇനി ഇത് ഫുള്ള് ഞാൻ ഇതുപോലെ ഇത് നിറക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ ഇത് ഫുള്ള് നമ്മൾ ടിന്ന് നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക? ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ എന്താ പറയുക, ഇനി വേണ്ട, ഇനി ഇത് ഇടണ്ട, ഇനി ഇത് ഇടാൻ നിൽക്കണില്ല. ഇനി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ അതാ വിനാഗിരി കൊണ്ടുവന്നിട്ടുണ്ട്. വിനാഗിരി നമ്മളിങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. പിന്നെ ഇത് ഒന്ന് ചുങ്ങൂട്ടോ.
പിന്നെ ഈ മുളക് കുറേ ഒന്നും വേണ്ട. നമ്മളിതിങ്ങനെ വിനാഗിരിയിലിട്ട് കുറച്ചായതിനു ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് അച്ചാറിടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വിനാഗിരി ഇത് പോരാ, അല്ലെങ്കിൽ ഇത് കേട് വരും സംഭവം. അപ്പോൾ മാങ്ങഞ്ചി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇനി ഇത് വേറൊരു ടിന്നിൽ ഇട്ടേക്കണം. ഇത്രയും ഒഴിച്ചിട്ട് ഇത് നിറഞ്ഞിട്ടില്ല. അപ്പോൾ അതാ നമ്മുടെ മാങ്ങഞ്ചി മുഴുവനും നമ്മളിതിലേക്ക് ഇട്ടുകൊടുത്തു. ഇപ്പോൾ സുർക്കതിൻ്റെ മുകളിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നും ഇങ്ങോട്ട് സുർക്കിയിൽ കിടന്ന് ചുങ്ങുമ്പോൾ എന്താവും എന്നറിയോ? ഒന്നും ഇങ്ങോട്ട് ചുങ്ങുമ്പോൾ ഒന്നിങ്ങോട്ട് ഇത് ഒന്ന് അമർന്ന് പോകും, ഒന്ന് ടൈറ്റായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി എന്താ പറയുക, ഒരു മാസത്തോളം ഈ മാങ്ങഞ്ചി ഇതിൽ കിടക്കണം. എന്നിട്ട് നമുക്ക് കുറച്ചെടുത്തിട്ട് അച്ചാറിടുക, അല്ലെങ്കിൽ കുറേ കാലം ഈ മാങ്ങഞ്ചി ഇതിൽ വിനാഗിരിയിൽ കിടക്കും. അതപ്പോൾ ഇത് ഞാൻ വേറൊരു കുപ്പിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ മുളകും ഈ മാങ്ങഞ്ചിയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് എന്താ പറയുക, ഇത് ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട്, ഇത് അച്ചാറാക്കണ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ അതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.